മലയാളിക്ക് കടമുറ്റത്ത് കത്തനാർ എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓടിയെത്തുന്ന മുഖം പ്രകാശ് പോളിൻ്റേതാണ്. മിനി സ്ക്രീൻ ചരിത്രത്തിൽ മറ്റൊരു നടന് ലഭിക്കാത്ത അത്രയും വലിയ സ്വീകാര്യതയാണ് ഒറ്റ കഥാപാത്രത്തിലൂടെ പ്രകാശ് പോൾ സ്വന്തമാക്കിയത്. നമസ്കാരം, ഏവർക്കും ഫാക്ട് ലാബിലേക്ക് സ്വാഗതം. മലയാള ടെലിവിഷൻ ചരിത്രത്തിലെ വിസ്മയമായിരുന്നു ഏഷ്യാനെറ്റിലെ കടമുറ്റത്ത് കത്തനാർ. ശാന്തമായ മുഖവും ആത്മീയ തേജസ്സുമായി കത്തനാറായി പ്രകാശ് പോൾ എത്തിയപ്പോൾ കേരളം അത് നെഞ്ചിലേറ്റുകയായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് ലോകമെമ്പാടുമുള്ള മലയാളികളുടെ പ്രിയപ്പെട്ടവനായി അദ്ദേഹം മാറി. എന്നാൽ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും അഭിനയ രംഗത്ത് നിന്ന് അദ്ദേഹം പെട്ടെന്ന് അപ്രത്യക്ഷമാകാൻ കാരണമെന്താണ്? പ്രകാശ് പോളിന്റെ ഇപ്പോഴത്തെ ജീവിതവും കത്തനാർ എന്ന ഇതിഹാസ വേഷത്തിന്റെ പിന്നാമ്പുറ കാഴ്ചകളും. കത്തനാർ എന്ന വേഷം അദ്ദേഹത്തിന് പ്രശസ്തി നൽകിയെങ്കിലും അതോടൊപ്പം ഒരു ശാപവുമായി മാറി. കത്തനാർക്ക് മുകളിൽ നിൽക്കുന്ന മറ്റൊരു വേഷം പിന്നീട് അദ്ദേഹത്തെ തേടി വന്നില്ല. ഒരു മദ്യപാനിയായോ വില്ലനായോ പ്രകാശ് പോളിനെ കാണാൻ പ്രേക്ഷകർ തയ്യാറാകാത്തത് കൊണ്ട് തന്നെ മികച്ച ഒരു നടന്റെ കരിയർ ആ വേഷത്തിൽ തന്നെ തളച്ചിടപ്പെട്ടു. കഴിഞ്ഞ 10 വർഷമായി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളോട് പൊരുതുകയാണ് പ്രകാശ് പോൾ. പക്ഷേ ആശുപത്രികളെക്കാൾ അദ്ദേഹം വിശ്വസിക്കുന്നത് തന്റെ മനക്കരുത്തിലാണ്. താൻ ഒരു രോഗിയാണെന്ന ചിന്തയെ തള്ളിക്കളഞ്ഞുകൊണ്ട് മരുന്നുകളില്ലാതെ ആത്മവിശ്വാസത്തോടെ അദ്ദേഹം മുന്നോട്ടു പോകുന്നു. ഇന്ന് ബിഗ് ബജറ്റ് സിനിമകളിലൂടെ കത്തനാർ വീണ്ടും സ്ക്രീനിൽ എത്തുമ്പോൾ പ്രകാശ് പോളിന് 2 മോഹങ്ങൾ ബാക്കിയുണ്ട്. ഒന്ന്, സംവിധായകനാകാൻ ശ്രമിക്കുന്ന മകന്റെ സിനിമ റിലീസായി കാണണം. 2, 500 വയസ്സുള്ള വൃദ്ധനായ കത്തനാരായി ഒരിക്കൽ കൂടി ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കണം. കാലം എത്ര കഴിഞ്ഞാലും പുതിയ രൂപങ്ങളിൽ കത്തനാർ വന്നാലും മലയാളികളുടെ മനസ്സിലെ യഥാർത്ഥ കത്തനാർ എന്നും പ്രകാശ് പോൾ തന്നെയായിരിക്കും. അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ സഫലമാകട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. കൂടുതൽ വാർത്തകൾക്കായി ഫാക്ട് ലാബ് സബ്സ്ക്രൈബ് ചെയ്യുക.